മഹാഭാഗ്യം ഉള്ള ആളുകൾ എന്നാണ്. ഇവിടെ ഹള്ള് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഓഹരിയാണ്, അഥവാ വമ്പിച്ച പ്രതിഫലം. ആ വമ്പിച്ച പ്രതിഫലത്തിൻ്റെ ഉടമകൾ ആരാണോ, അള്ളാഹുവിൽ നിന്ന് വലിയ ഓഹരി ലഭിക്കാൻ തൗഫീഖ് ലഭിക്കുന്നത് ആരാണോ, അവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് തിന്മയെ നന്മ കൊണ്ട് നേരിടുക, ശത്രുവിനെ പോലും മിത്രമാക്കി മാറ്റുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂട്ടുകാർക്കിടയിൽ ചിലപ്പോൾ ശത്രുത ഉണ്ടായിത്തീർന്നേക്കാം, കുടുംബങ്ങളിൽ അങ്ങനെ സംഭവിച്ചേക്കാം, നാട്ടുകാരിലും അയൽപ്പക്കങ്ങളിലും അങ്ങനെ സംഭവിച്ചേക്കാം. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ശത്രുക്കളായ ആളുകളും ഉണ്ടായേക്കാം. പക്ഷേ അവരെയൊക്കെ അവരുടെ ശത്രുത മാറ്റുവാൻ, അല്ലെങ്കിൽ ആ ശത്രുതയുടെ ആധിക്യം കുറയ്ക്കുവാൻ, അല്ലെങ്കിൽ ഏറ്റവും നല്ല കൂട്ടുകാരായി അവർ മാറാൻ, നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായി അവർ മാറാൻ നമ്മുടെ പെരുമാറ്റം കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തിന്മയെ തിന്മ കൊണ്ട് തന്നെ പ്രതിരോധിക്കുകയല്ല, മറിച്ച് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കൂ. ക്ഷമയും സഹനവും സഹാനുഭൂതിയും നന്മയും പ്രാർത്ഥനയും ഇതെല്ലാം ഉൾച്ചേർന്നുകൊണ്ട് മനുഷ്യരോട് നമ്മൾ പെരുമാറാൻ തയ്യാറാവുകയാണെങ്കിൽ ശത്രുക്കളെ കുറയ്ക്കാം, ശത്രുക്കളുടെ ശത്രുതയുടെ കാഠിന്യം കുറയ്ക്കാം. അല്ല, ശത്രുക്കളെ നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്ത മിത്രങ്ങളാക്കി മാറ്റാൻ വരെ ഇത്തരത്തിലുള്ളൊരു പെരുമാറ്റം കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തിന്മയെ തിന്മ കൊണ്ട് നേരിടാതെ നന്മ കൊണ്ടും ക്ഷമ കൊണ്ടും പുണ്യം കൊണ്ടും നേരിടാൻ ശ്രമിക്കുക.